ഒളിച്ചോട്ടം കേരളത്തിൽ പെരുകുന്നു. അറിയോ നിങ്ങൾ? ആരാ ഒളിച്ചോടുകയെന്നൊന്നും ഇപ്പം പറയാനും പറ്റില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പം ചിരിയും വരുന്നുണ്ട് കേട്ടാ. ഈ ലാരിക്കെല്ലാം ഒളിച്ചോടുക മുട്ടുന്നുണ്ട്. അപ്പോൾ മൂപ്പർ എന്നോട് കുഞ്ഞതിനെയും വയസ്സാലത്ത് എന്നോട് ചോദിക്കുന്നു, എന്നെ നോക്കിയിട്ട് പറഞ്ഞ് ഞാനവിടെ ഓടുവാനെന്നല്ലോ ഇപ്പം അങ്ങക്ക് തോന്നുന്നില്ലേ? എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. കാരണം എന്താ പറയുക, നമ്മൾ ദിവസവും കാണുന്ന പ്രശ്നം അങ്ങനെയാണ്. എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയ അമ്മേൻ്റെ പ്രായത്തിലാന്ന് പറയുക, നിങ്ങൾ 83. കൂട്ടിക്കൊണ്ടുപോയ കാമുകൻ്റെ വയസ്സറിയോ? 87. എവിടുന്നാ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതെന്നറിയോ? പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പയരുത് നിന്ന് രണ്ടാളും, കാമുകനും കാമുകിയും. അവിടെ ആർക്കും പോവാം. നിങ്ങളിപ്പോൾ ചിരിച്ചില്ലേ? എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല. അതെന്താണെന്നറിയോ? ഞാൻ ഈ രണ്ടാളെയും വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം മജിസ്ട്രേറ്റ് പറഞ്ഞു പോയിക്കോളണം രണ്ടാളും 2 വീട്ടിലേക്ക്. രണ്ടാളും ഇങ്ങനെ കണ്ട് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ കരയും. അപ്പം എനക്കും കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞല്ല പോട്ടെ, അടുത്ത ജന്മത്തിലും ഒക്കെ ഒന്നിക്കാം, ഞാനും ഉണ്ടാവും നിങ്ങളോടി. ഒരു തന്നെ നോക്കിയിട്ടില്ലേ? എൻ്റെ ഭാര്യനെ എനിക്ക് 50% വിശ്വാസമുള്ളൂ. കാരണം ആരാ എപ്പോൾ ഓടുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. കല്യാണം കഴിച്ചവരെല്ലാം ഓടുവാണ്. ഇവിടെ അങ്ങനെ ഇല്ല, ഓടിക്കില്ല. നരിക്കൂന് ഓടിക്കില്ല. നരിക്കൂനെല്ലാം ഓടുന്നുണ്ട്. നിങ്ങൾ അറിയാനിട്ടാ ഈ ഓടുവാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടാ. ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? വെരി ഗുഡ്. വാട്ട് ഈസ് കുടുംബം? ഈ കുടുംബം എന്ന് പറഞ്ഞാൽ സാധനം കൂടുമ്പോൾ തങ്കപ്പെട്ട നാടാട്ടോ ഇത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണേണ്ടതാണ് കൂടുമ്പോൾ ഒളിമ്പോൾ. അല്ല സാർ, നിങ്ങളെത്ര കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്? കുടുംബം ഇമ്പം ഉണ്ടോ ഇപ്പോൾ? എൻ്റെ ടീം നെട്ടോറും മുഖലാകെ കരുവാളിച്ചു. ഞാൻ കല്യാണം കഴിക്കൂല എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു. ഒന്നാൽ കഴിക്കൂല. കാരണം പോലീസ് സ്റ്റേഷനിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടി ദിവസവും കാണും. 20 കൊല്ലമായി കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാപ്പായി കഴിക്കുന്നത് സ്വല്ലപ്പാടിന്. അങ്ങനെ ഞാൻ പിടിച്ചു നിന്ന്. എൻ്റെ കൂട്ടുകാരെല്ലാം കഴിച്ച്. പക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ പറയും കഴിച്ചടാ നല്ല. ഞാൻ പിന്നെ ഐറ്റകൾ നമ്മളെ പറ്റിക്കൂലെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഐറ്റകളോട് ചോദിച്ചല്ല എന്തെന്നതിനെ കൊണ്ടുള്ളൊരു ഗുണോ പോലും അതിന് വലിയ ഗുണമൊന്നുമില്ല. കുളിക്കുവാൻ പോകുമ്പം തോർത്ത് മറന്നു പോയാൽ കൊണ്ടുത്തരുക. പുറഞ്ചൊറി ഇമ്മൻ ചൊറിഞ്ഞു തരും. എനക്കാണെങ്കിൽ 32 ചെറുങ്ങനെ ചൊറിയും തുടങ്ങി. ഞാൻ വിചാരിച്ചെന്നാൽ കഴിച്ചാല. കാരണം കൂട്ടുകാർ സമ്മതിക്കൂല, നമ്മളെ ചതിക്കൂലല്ലോ. പക്ഷെ കല്യാണം 132 പെണ്ണിനെ കണ്ട് ഒറ്റ എന്നെ വേണ്ടാന്ന്. എൻ്റെ സൗന്ദര്യം പോലുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല പോലും. പക്ഷെ കേരളത്തിൽ ഈ കാലാവസ്ഥയിൽ നോക്കുമ്പോൾ ഇല്ലേ, ഞാൻ ശരിക്കും ഭയങ്കര ഭാഗ്യവാനാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നാദാപുരം ബസ് സ്റ്റാൻഡിൽ ഒരു ചെക്കെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഒരു പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുമല്ലോ. ഓൻ ബസ്സിൽ നിന്ന് ഇറങ്ങും ഓടിയ പെണ്ണിനോട് പോയി പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞല്ലോ. ഓള് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ, ഇവൻ അരക്കുന്നൊരു കത്തിയെടുത്തൊരു ഒറ്റ കുത്താവല്ലോ. അറിയോ നിങ്ങൾ? ഭാഗ്യത്തിന് പോലീസ് CCTVയിൽ ആ കുത്തുന്ന കാഴ്ച കണ്ടതുകൊണ്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആംബുലൻസിൽ എമർജൻസി സൗകര്യമുള്ള ICU ഫെസിലിറ്റിയുള്ള ആംബുലൻസ് നാദാപുരം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചുകൊണ്ട് ആ പെണ്ണ് ഇപ്പം ബേബി മെമ്മോറിയലിൽ വെന്റിലേറ്ററിൽ കഴിയുന്നുണ്ട്, മരിച്ചിട്ടില്ല. നമ്മൾ ഒരു തരത്തിലെത്തുമ്പോഴും കിട്ടുന്നത്. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഓളോട് ഐ ലവ് യു പറഞ്ഞപ്പോൾ ഓള് വേണ്ടാന്ന് പറഞ്ഞതിന് ഇവൻ കുത്തിക്കളഞ്ഞ്. നമ്മൾ വിചാരിച്ച് നാദാപുരത്ത് ഒരു പൊട്ടനേ ഉള്ളൂ എന്ന്. ഞാൻ ഒരാഴ്ച മുമ്പുള്ള പേപ്പറിൽ വായിച്ചു. വാണിമേൽ കൂടി ഒരു പെണ്ണിങ്ങനെ പോകുമ്പോൾ ആ ചായപ്പൊടിയെ കുത്തിരിക്കുന്ന ഒരു ചെക്കൻ ഓടി വന്ന് ഓളൊരു കുത്ത്. ഓള് ഭാഗ്യത്തിന് ഈ വന്ന് കുത്തുന്ന ശക്തിയിൽ ഓളങ്ങ് വീണപ്പോൾ കൈയിൻ്റെ പിടിയായിപ്പോയി കുത്ത്. നോക്കുമ്പോൾ ഇല്ലേ, ഇവൻ 6 മാസം മുമ്പേ ഓളെ പെണ്ണണം പോയതാവല്ലോ. ഓള് വേണ്ടാന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ പ്രതികാരമാണ് പോലും ഇത്. ഇങ്ങനൊരു ലോകത്ത് ഞാൻ ജീവിക്കും. ഞാൻ അങ്ങനെയാണ് 132 എണ്ണത്തിന് കുത്തിയിട്ടും മണ്ണെണ്ണ കൊത്തിയിട്ടും കൊല്ലണ്ടേ? ഞാൻ കൊല്ലാണ്ടിരിക്കുന്നതിന് കാരണം എന്താ അറിയോ? നട്ടലുള്ളൊരു അച്ഛനുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആദ്യത്തെ പെണ്ണ് കണ്ടത് മട്ടന്നൂർ പോയിട്ടാണ്. കാറെല്ലാം വിളിച്ച് ഫേഷ്യലെല്ലാം ആക്കി മുടിയെല്ലാം ഇങ്ങനെ ഉരുട്ടി. ഞാൻ വിചാരിച്ചു എന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്ന വിചാരിച്ചു. പക്ഷേ ഓള് വീട്ടിൽ വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞ് കാരണോറെല്ലാം ഈ ചിത്രത്തിൽ വന്നാൽ മുടങ്ങിയെന്ന് അർത്ഥം. അളാച്ച അങ്ങനെ കുറച്ചാളുണ്ട്. നോക്കുമ്പോൾ മുടങ്ങി. എനക്കാണ് സങ്കടം വന്നിട്ടൊരു നിവൃത്തിയില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഇനി ഞാൻ പെണ്ണ് കാണുമ്പോൾ എന്നോട് ഞാൻ ചൂടായി. പക്ഷേ ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തൊരു തട്ട് ടക്ക് ടക്ക്. ഞാൻ വെച്ച് ആരാപ്പാ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ. അതുവരെ എൻ്റെ ശത്രുവായിരുന്നു അച്ഛൻ. ഞാൻ പറയുന്നതിനെല്ലാം അച്ഛൻ പോണ്ട വരണ്ട പൈസ തരൂല്ല ഇങ്ങനെ പറയുന്ന ആളെ നമുക്ക് ഇഷ്ടപ്പെടുമോ? പക്ഷെ നോക്കുമ്പോൾ അയാളാണ് ശരിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാനൊരച്ഛനായപ്പോഴാണ് എൻ്റെ അച്ഛനാ ശരിയെന്ന് മനസ്സിലായത്. അതുവരെ ഞാൻ അച്ഛൻ്റെ വിരുദ്ധനായിരുന്നു. നിങ്ങളെങ്ങനെയായിരുന്നു? നിങ്ങൾ പാപ്പയ്ക്ക് വിരുദ്ധനായിരുന്നില്ലേ? നിങ്ങൾ ഈ കസേലമ്മൽ ഇരിക്കാൻ കാരണം ആരാന്നറിയോ? നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു തരാതെ പ്രാരാബ്ദങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പോയിട്ടൊരു ബാപ്പ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ആ ബാപ്പ കാരണമാണ് ആത്മാഭിമാന ബോധത്തോടു കൂടി നിങ്ങൾ കസേലമ്മൽ ഇരിക്കുന്നത്.
ജീവിതത്തോട് വാശി വരാൻ കാരണം ആ ബാപ്പ തന്ന ദാരിദ്ര്യത്തിൻ്റെ ഒരു ചിത്രമാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങളെ മക്കൾക്ക് നിങ്ങളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാ? എൻ്റെ ഭാര്യയെല്ലാം പറയുന്നത് എന്നറിയോ? ഐറ്റികളൊന്നും അറിയിക്കരുത്, ഞാനെല്ലാം പണ്ട് കുറേ അനുഭവിച്ചതാ, അതുകൊണ്ട് എന്നെപ്പോലെ ആയിപ്പോകരുത് എൻ്റെ മോളെന്ന്. ഞാൻ എല്ലാ ഭാര്യ ഇഞ്ഞെന്ത് വർത്താനം പറയുന്നത്, ഇന്നെപ്പോലെ നമ്മളെപ്പോലെ എങ്കിലും ആയാൽ മതിയെന്നു ഐറ്റികൾ. നിങ്ങൾ ആരുടെ പക്ഷം? എൻ്റെ ഭാര്യൻ്റെ പക്ഷമാണോ എൻ്റെ പക്ഷമാണോ? മക്കളോട് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ ഏത് വയസ്സ് മുതൽ കഴിയണം? 3 വയസ്സ് മുതൽ കഴിയണം. എന്തുകൊണ്ടായി കുട്ടി ഈ ചെക്കൻ ഈ അപ്പണ്ണിനെ കുത്തിയിട്ടുണ്ടാവുക? ഓൻ ഇതുവരെ ഓൻ്റെ സംസാരത്തിന് നോ എന്ന ശബ്ദം കേട്ടിട്ടില്ല. ഓൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഓൻ്റെ ഉപ്പയും ഉമ്മയും സഫലീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു നോ എന്ന ശബ്ദം കേട്ട ഓനത് താങ്ങാൻ കഴിയില്ല. നമ്മൾ കേട്ടത് നോ എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് മരിക്കാനൊന്നും തോന്നിയില്ല? എൻ്റെ ജീവിതത്തിൽ എനിക്ക് മരിക്കാൻ തോന്നിയ നിമിഷങ്ങൾ എത്രയാണെന്നറിയോ? പരീക്ഷയെ തോറ്റ സങ്കടം വേറെ, കളിക്കലത്ത് തോറ്റ സങ്കടം വേറെ, നമ്മൾ വിചാരിച്ച സൗന്ദര്യം ഇല്ല എന്നുള്ള വിഷയം വേറെ. എന്നിട്ടും മരിക്കാതിരിക്കാൻ കാരണം, നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങൾ മരിക്കാതിരിക്കാൻ കാരണം എന്താണ്? ഞാൻ മരിക്കാതിരിക്കാൻ കാരണം എൻ്റെ അച്ഛനാണ്. കാരണം എന്താ അറിയോ? ഞാൻ എപ്പോൾ പരീക്ഷ തോറ്റു വന്നാലും കളിയിൽ തോറ്റു വന്നാലും എൻ്റെ അമ്മ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ടാവും കോനാൽ. എൻ്റെ ഇഷ്ടമുള്ള ഭാഷ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ അച്ഛനിൽ നിന്നെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സ്നേഹവും കരുതലുമാണ്. നിങ്ങളെന്താണ് ഇഷ്ടപ്പെടുന്നത്? അല്ലേ? സ്നേഹവും കരുതലും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ വീട്ടുകാരും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാ? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ജീവിതം എന്താ പറയുക, കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല. ഇമ്പം ഉണ്ടായിരുന്നു. എപ്പോൾ എന്നറിയോ? കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം കഴിക്കുന്നൊരു സമയമുണ്ടല്ലോ. നിശ്ചയിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കല്യാണം. നിശ്ചയിച്ച പാടെ എൻ്റെ പെങ്ങൾ ഫോൺ കൊണ്ടെടുത്ത് നോക്ക്. ഞാൻ കൊടുക്കാൻ പോയില്ല. ഞാനിതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷെ പിന്നെ ഇല്ലേ, ഓള് പെങ്ങൾ കൊടുത്ത ഫോണിൽ കൂടി ഓൾ എന്നെ വിളിക്കാൻ തുടങ്ങി. ഹായ്, അപ്പോൾ ഞാൻ ഹോയ്, അപ്പോൾ ഓള് ഹായ് ഹായ്, ഞാൻ ഹോയ് ഹോയ്. നല്ല രസമുണ്ട് കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ട് ആയും ഹോയും വിടുന്നേ. പിന്നീട് ഓള് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പറക്കണം. ഞാൻ വെച്ചു വടച്ചോനെ പറക്ക. പിന്നെ പറഞ്ഞു കറങ്ങണം. ഞാൻ വെച്ചു എൻ്റെ വടച്ചോനെ, ഇതുവരെ കറങ്ങാത്ത പറക്കാത്ത എന്നെ പറക്കാനും കറങ്ങാനും ഓള് പഠിപ്പിച്ച്. ഞാൻ അന്നേരം വിചാരിച്ചെന്നാ അറിയോ, പണ്ടേ കഴിക്കാനും കല്യാണം കഴിച്ച് 3 കൊല്ലമായപ്പോൾ അത് അങ്ങ് തിരിഞ്ഞത്. നിങ്ങൾക്കും തിരിഞ്ഞില്ലേ? ഇപ്പം 2 കുട്ടികളുണ്ട് എനിക്ക്. രാവിലെ ആ മോള് ഊര കഴുത്ത്, ചെക്കൻ്റെ ഫീസ്, പെണ്ണിന് പറ്റുന്നതിന് കച്ചറയോട് കച്ചറ. രാവിലെ ആകുമ്പം തുടങ്ങും ഒരു ലീസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? കരുതലും സ്നേഹം ഇഷ്ടപ്പെടുന്ന രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇമ്പർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? പിന്നെ അവിടെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുമോ? കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും അവിടെ. നിങ്ങളവിടെ ഇപ്പം ഭൂകമ്പമാണോ ഇമ്പാണോ? പറഞ്ഞോളി നിങ്ങളേത്. ശരി, എല്ലാവരും എൻ്റെ ടീം തന്നെ കേട്ടോ. ഇരുത്തല്ലേ ഉള്ളൂ, അങ്ങോട്ട് ഭൂകമ്പമാണ്. അങ്ങനെ ഭൂകമ്പമുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ തോന്നുമോ? തോന്നുമോ? ഇപ്പം നിങ്ങളെ മക്കളെ ആ രീതിയിലേക്ക് പോറ്റിയിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് വരാൻ ഇഷ്ടം ഉണ്ടാവില്ല. ആ ഇഷ്ടമില്ലായ്മയാണ് ഈ അരാജകത്വത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയെ സ്നേഹിക്കണം. പഠിക്കാൻ പറയേണ്ടടുത്ത് പഠിക്കാൻ പറയണം, കളിക്കാൻ പറയേണ്ടടുത്ത് കളിക്കാൻ പറയണം. കുട്ടിയോട് എല്ലാ സംഗതികളും സംസാരിക്കണം. ഈ മൊബൈൽ ഫോൺ കൊടുക്കാനിട്ട് കുട്ടി മരിച്ചത് എന്തുകൊണ്ടാണ്? കുട്ടിക്ക് ഇതുവരെ നോന്ന് കേട്ടിട്ടില്ല. കുട്ടി ചോദിച്ച സാധനം എല്ലാം കൊടുത്ത് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇതിന് ശേഷം എനിക്ക് പേടിയായിട്ട് ഞാൻ എൻ്റെ ചക്കന് ദിവസവും ഓനെ ഇങ്ങോട്ട് വിളിക്കും. എൻ്റെ മോനെ 3ാം ക്ലാസ്സിലുള്ള വരൂലൈറ്റുകൾ ഇങ്ങോട്ടാ, ഇങ്ങനെ നിങ്ങളെ മക്കളെ എങ്ങനെയാ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞടാ 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ഞാനാണ്. അതുവരെ നിന്നെ ഞാൻ നിയന്ത്രിക്കും, ശാസിക്കും, ഉപദേശിക്കും. 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ആരാണ്? അവർ ഇങ്ങനെ. നിങ്ങളിനി എൻ്റെ മോനെയും ഭാര്യയും ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കും കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ചെക്കനോട് ചോദിക്കണോ എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കണം. ആ ചെക്കൻ പറയാൻ നേരം 18 വയസ്സ് വരെ ഇത് മതി, 18 വയസ്സ് വരെ. എന്നിട്ട് ഓൻ എന്നോട് ചോദിക്കുക എനക്കൊരവകാശം ഇല്ലേ അച്ഛ അവിടെ? നമ്മൾ എനിക്ക് അവകാശം ഇല്ലേ? എൻ്റെ അവകാശങ്ങളെല്ലാം ഞാൻ സംരക്ഷിക്കും. പക്ഷെ അച്ഛന് തരേണ്ടതും അധ്യാപകന് കൊടുക്കേണ്ടതുമായ കടമ ഇഞ്ഞു കൊടുക്കണം. ഓൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയാ അച്ഛാ മുടി ഇങ്ങനെ ആക്കണം. നമ്മൾ ഇങ്ങോട്ട് വരി. ഓനെയും കൂട്ടി ബാർബർ ഷോപ്പിൽ പോയി. ഞാൻ ചോദിച്ചു മുടി ഇങ്ങനെ ആക്കണം പോലും എത്രയാവുമെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു 900 രൂപ മുറിക്കാനും 1500 രൂപ ജെല്ല്, ഒരു ജെല്ല് വേണം പോലും ഇങ്ങനെ ആക്കാൻ. അത് നിങ്ങളറിയാം. 2500 രൂപ വേണം പോലും മാസത്തിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ മുടി. ഞാൻ ഓനോട് ഇങ്ങോട്ട് വിളിച്ച് ഞാൻ മോനെ അച്ഛൻ്റെ ശമ്പളം ഇത്രയേ ഉള്ളൂ, തിന്നാൻ തന്നെ തികയുന്നില്ല. പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ആക്കുക, അതിന് വേറെ ആളെ നോക്കണം. ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെയല്ല അങ്ങ് മുറിക്കുക. അപ്പോൾ ചോദിച്ചു മുടിയുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂലേ? 3ാം ക്ലാസ്സുകാരൻ ചോദിക്കുക.
ഞാൻ അവന് 18 വയസ്സ് വരെ പറ്റൂല, എനിക്ക് മുടി ഇങ്ങനെയോ എങ്ങനെ വേണേ ആയിക്കോ, പക്ഷെ 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് ഇനി മുടി ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം. ഇപ്പോൾ ഞാൻ പറയാം നിങ്ങൾക്ക് കാണിച്ചു തരാം, 18 വയസ്സ് കഴിയട്ടെ, ഞങ്ങളെ കണ്ണ് കുത്തും മുടി കൊണ്ട്. ഞാൻ ആയിക്കോട്ടെ, കാരണം അന്തം വിട്ട ബുദ്ധിയാണല്ലോ ഇന്ന്.